നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയായിരുന്നു. ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. As per Lewis concept, if the electron pair donor is an base and the electron pair acceptor is an acid, and we have seen that how different types of species can act as Lewis acids. Electron octet തികയാത്ത compounds like BF3, AlCH, etc. പിന്നെ എന്താണ് ഒക്ടറ്റ് തികഞ്ഞിട്ടും ഷെല്ല് ഒക്ടറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസ് ലൈക്ക് SiF4 ഓർ SbF5 പോലെയുള്ള കോമ്പൗണ്ടിൽ ഓർമ്മയില്ല പറഞ്ഞത്. ഇതൊക്കെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്താണ് പിന്നെ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സ് വേറെ സെൻട്രൽ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു എ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ത്രൂ മൾട്ടിപ്പിൾ ബോണ്ട്. ഈ ടൈപ്പുള്ള കോമ്പൗണ്ട്സ് ഒക്കെ എന്താണ് കോമ്പൗണ്ട്സ് ഓഫ് സ്പീഷീസ് ഒക്കെ എന്താണ് ഓർ സിമ്പിൾ കാറ്റയോൺസ് എല്ലാ കാറ്റയോൺസ് ഒക്കെ എന്താണ് ലൂയിസ് ആസിഡ്സ് ആണ്. And Lewis bases are compounds or species which have a lone pair of electron. All molecules or ions which have a lone pair of electrons or all anions are Lewis bases. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ കൂട്ടത്തിൽ നമുക്ക് ഒരെണ്ണം കൂടി ബാക്കിയുള്ളൂ. ദാറ്റ് ഈസ് ദി ഉസാനോവിച്ച് കൺസെപ്റ്റ്. ഉസാനോവിച്ച് ഇത് വളരെ വൈഡായ ഒരു കോൺസെപ്റ്റ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ നമ്മൾ പറഞ്ഞ എല്ലാ തിയറീസും കൂടി ചേർത്ത് വരുന്ന ഒരു തിയറി വരാണ് ഈ പറഞ്ഞ ഉസാനോവിച്ച് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ്. ആസ് പെർ ദിസ് കൺസെപ്റ്റ് an acid is any species which reacts with a base to form salt. That is react with a base to form salts. തീർന്നില്ല. Give out a cations or accept a anions or electrons. Okay, so an acid, as per the Usanovich concept, an acid is any species which react with the base to form salts, or which give out cations, or which accept anions or electrons. Okay, and the base which base as a base is any species which react with an acid to form salts, which as give out anions or electrons or accept cations. That's a base. പറഞ്ഞാൽ മനസ്സിലായില്ലേ? സോ അപ്പൊ എന്തായി നമ്മൾ ഇതുവരെ പഠിച്ച എന്താണ് ആദ്യത്തെ അരീനിയസ് തിയറി മുതൽ ലൂയിസ് ആയാലും ശരി മറ്റേ എന്താണ് എക്സ്പ്ലഡ് ആയാലും ശരി എല്ലാം ഇതിൽ വരും. ഉസാനോവിച്ച് കോൺസെപ്റ്റ് ഇറ്റ് ഈസ് എ വെരി വൈഡ് ജനറലൈസേഷൻ വി കൻ സേ ഓഫ് എ ആസിഡ് ഓർ എ ബേസ്. ഇതൊക്കെയാണ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. an acid is any species which react with a base to form salt, or give out cations or accept anions or electrons. ആസിഡ് ബേസ് റിയാക്ട് സോൾട്ട് ഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് കാറ്റയോൺസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആനയോൺസോ ഇലക്ട്രോൺസോ സ്വീകരിക്കുന്നതോ ആയ എല്ലാ സ്പീഷീസിനെയും ഉസാനോവിച്ച് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈസ് എ സ്പീഷീസ് എനി സ്പീഷീസ് വിച്ച് റിയാക്ട് വിത്ത് an acid to form a salt, or which give out anions or electrons or accept cations. ഇതിന്റെ ഓപ്പോസിറ്റ് അതിലേതൊക്കെ ഒന്നിൽ പെട്ട് കഴിഞ്ഞാൽ അതെന്താണ് അത് ഒരു ബേസ് ആണ്. അതാണ് എന്ത് ഉസാനോവിച്ച് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ക്ലിയർ. സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മാറിക്കൊണ്ട ആവശ്യമില്ല. എന്താണ് റിയാക്ട് വിത്ത് ബേസ് ആസിഡ് ആണ് റിയാക്ട് വിത്ത് ബേസ് ടു ഫോം സോൾട്ട്. യാതൊരു സംശയമില്ല. പിന്നെ എന്താണ് ഗിവ് ഔട്ട് കാറ്റയോൺസ്. ആസിഡ് ആണ് നമുക്കറിയാം. ആസിഡ് നമ്മൾ മനസ്സിൽ കണ്ട് H+ കൊടുക്കുന്നത് അത് മാത്രം ആലോചിച്ചാൽ മതി. H+ കൊടുക്കുന്നത് അത് കാറ്റയോൺ ആണ്. അപ്പൊ എന്താണ് ഗിവ് ഔട്ട് ബാക്കി കാറ്റയോൺസ് എല്ലാം അതിൽപ്പെട്ട് H+ കാറ്റയോൺ ആണല്ലോ. HS ഗിവ് ഔട്ട് കാറ്റയോൺസ്. ഗിവ് ഔട്ട് ആനയോൺസ് ആണോ എന്നുള്ള സംശയം തീർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് നമ്മുടെ മനസ്സിൽ ആ ചിത്രം ഉണ്ടാവുന്നത്. എന്താണ് ആസിഡ് ഈസ് എ പ്രോട്ടോൺ ആണ് H+ ഡോണർ, ദാറ്റ് ഈസ് ഡൊണേറ്റിംഗ് എ കാറ്റയോൺ. അപ്പൊ ഏത് കാറ്റയോൺ ആയാലും കുഴപ്പമില്ല ഉസാനോവിച്ച് പറയുന്നത് ഗിവ് ഔട്ട് കാറ്റയോൺസ്. ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ മറ്റേത് ഗിവ് ഔട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്സെപ്റ്റ് ആനയോൺസ് ഓർ ഇലക്ട്രോൺസ്. ഓക്കെ, ഓർത്തൊക്കെ യാതൊരു പ്രയാസമില്ല. തിരിച്ച് ബേസ് ആണെങ്കിൽ എന്താണ് റിയാക്ട് വിത്ത് ആൻ ആസിഡ് ടു ഫോം സോൾട്ട്.
എന്താണ് ഗിവ് ഔട്ട് ഇവിടെ താഴേക്ക് പോവാം ആനയോൺസ് ഓർ ഇലക്ട്രോൺസ് ഓർ ആക്സെപ്റ്റ് കാറ്റയോൺസ്. അപ്പൊ ഇത് ആസിഡ് ആണ്. ബേസ് എന്തായിരിക്കും react with an acid to form salt, give out anions or cations, anions or electrons or accept cations. ഈ കൺസെപ്റ്റ് വളരെ വളരെ വൈഡ് ആണ്, ടു ജനറലൈസ്ഡ് ആണ്. അതാണ് അതിന്റെ കുഴപ്പം. മനസ്സിലായില്ലേ? ഏകദേശം ഏതാ റെഡോക്സ് റിയാക്ഷൻ ഒക്കെ ഇതിൽ പെടും. For example, if you consider redox reaction like we know that Fe3 plus is reduced by stannous ion to form Fe2 plus and Sn4 plus. നമുക്കറിയാം, നമ്മൾ സാറിന് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. സാറിന് ടൈട്രേഷൻ ഒക്കെ ചെയ്ത് ഓർമ്മ നിങ്ങൾക്ക് റിഡക്ഷൻ ഓഫ് അയൺ വിത്ത് സ്റ്റാനസ് ക്ലോറൈഡ് നിങ്ങൾക്ക് ഡിഗ്രി ക്ലാസ് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് ഇയറിൽ വോളിമെട്രിക് ചെയ്യുമ്പോൾ റിഡക്ഷൻ ഓഫ് ഫെറിക് അയൺ വിത്ത് സ്റ്റാനസ് ചെയ്ത് ഓർമ്മ ഉണ്ടാവും. അതുപോലെ ദിസ് കോമൺ റിഡക്ഷൻ റിയാക്ഷൻ we can say Fe3 plus is converted to Fe2 plus, that is it accepts electrons. Sn2 plus is converted to Sn4 plus, they give out electrons. So as per the Usanovich concept, this is a iron acid or base ano. It is a Fe3 plus is converted to Fe2 plus means it is accepting electron, that means it is a acid, and Sn2 plus is giving out electrons, it is a base. Appo redox reactions polum ee koottathil varum ennalladana idinte athrayum generalized ആണ്. അതുകൊണ്ട് തന്നെ it is not a widely accepted concept. Okay, Usanovich നമ്മൾ സിലബസ് പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ 5 കൺസെപ്റ്റുകളെ ഓർത്തു വെക്കാം. എക്സ്പ്ലോർഡ് കൺസെപ്റ്റിൽ എന്താണ്? ഓക്സൈഡ് അയോൺ ഡോണർ ഇസ് എ എന്താണ്? ഓക്സൈഡ് അയോൺ ഡോണർ ഇസ് എ ബേസ് ആയിരുന്ന ആസിഡ് ആണോ? CaCO3 ഓർമ്മയുണ്ടോ? CaO plus CO2 giving CaCO3. CO is the base, donating oxide ion. Oxide ion is the anion. Anionോ ഇലക്ട്രോണോ കൊടുക്കുന്ന എല്ലാ സ്പീഷീസും ആരാണ്? ഈ ഇതനുസരിച്ച് ബേസ് ആണ്. ആനയോണോ ഇലക്ട്രോണോ സ്വീകരിക്കുന്ന ആളാരാണ്? ആസിഡ് ആണ്. കാറ്റയോൺ കൊടുക്കുന്ന ആള് ആസിഡ് ആണ്. കാറ്റയോൺ സ്വീകരിക്കുന്ന ആള് ബേസ് ആണ്. പിന്നെ ബാക്കി രണ്ടുകളും എന്ത്? ആസിഡ് റിയാക്ട് ചെയ്ത് സോൾട്ട് ഉണ്ടാകുന്നവൻ ബേസ് ആണ്. ബേസ് വളരെ വെരി വെരി കോമൺ. അമ്മസിക്ക് പറയേണ്ട കാര്യം കൂടി, ഇത് എത്ര സിമ്പിൾ ആണ്. എനി സ്പീഷീസ് വിത്ത് റിയാക്ട് വിത്ത് ബേസ് ടു ഫോം എ സോൾട്ട് ഈസ് ആൻ ആസിഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തുള്ളത് അത് നിങ്ങൾ ഡിഗ്രി ക്ലാസ് കേട്ടതാണ്, ദ കോൺസെപ്റ്റ് ഓഫ് എ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ്സ് ആൻഡ് ബേസസ്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴേ HSAB കൺസെപ്റ്റ് എന്ന് പറയും, ചിലപ്പോഴേ എന്തായാലും കുഴപ്പമില്ല ഷാപ്പ് കൺസെപ്റ്റ് എന്ന് പറയും, SHAB കൺസെപ്റ്റ് എന്ന് പറയും. കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഇതാണ്, concept of a hard and soft acids and bases. Hard and soft. ഇതിപ്പോ സോഫ്റ്റ് ആൻഡ് ഹാർഡ് അത്ര വ്യത്യാസമുണ്ട്. രണ്ടു വിധത്തിലും പറയാം. കൂടുതൽ HSAB കൺസെപ്റ്റ് എന്താ പറയുക? HSAB കൺസെപ്റ്റ് എന്താണ് ഈ കൺസെപ്റ്റ്? ഇത് നമ്മളെ ശ്രദ്ധിക്കുക, സ്ട്രോങ് ആസിഡോ വീക്ക് ആസിഡോ അങ്ങനത്തെ യാതൊരു ബന്ധം ഇതിലില്ല. ഹാർഡ് ആൻഡ് സോഫ്റ്റ്, ഇറ്റ് വാസ് നോട്ട് ഇൻ ദാറ്റ്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ പണ്ടേ പഠിച്ച കാര്യമാണ് അല്ലെ? കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഓർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ പ്ലസ് 2 ക്ലാസ് മുതലോ അതിന് മുമ്പേ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഡിഗ്രിയിൽ വിശാലമായി പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സെമസ്റ്ററിൽ ഒരു വലിയ ടോപ്പിക് ഉണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. HSAB കൺസെപ്റ്റ്, സോറി HSAB കൺസെപ്റ്റ് ഇല്ല, സോറി കോംപ്ലക്സ് കോമ്പൗണ്ട്സിനെ പറ്റി. കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, മെറ്റൽ ആറ്റം ആൻഡ് ലിഗൻഡ്സ്, വി ഹാവ് ഡിഫറെന്റ് ലിഗൻഡ്സ് അല്ലേ? മെറ്റലും ലിഗൻഡും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? കോംപ്ലക്സ് ഉണ്ടാകുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആയ ഒരു കാര്യമാണ്. ആരാ ലിഗൻഡ് അറ്റാക്ക് ചെയ്യുന്നത്? ലിഗൻഡ് അറ്റാക്ക് ചെയ്യുന്നത് മിക്കവാറും ഇലക്ട്രോൺ പെയർ കൊടുക്കാൻ പറ്റിയ സ്പീഷീസ്. നമ്മൾ നേരത്തെ കൺസെപ്റ്റ് അനുസരിച്ച് അതൊരു ബേസ് ആണ്. നമ്മളറിയാം, നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. Lewis concept അനുസരിച്ച് as metal ligand combination is an acid base reaction because the metal ion is accepting a pair of electrons, it is acting as an acid. Ligand is donating a pair of electrons. Pair of electrons ഒന്നിൽ കൂടുതലാവും. one electrons, pairs of electrons we can say, and we can say it's a base. അപ്പോൾ metal atom ആസിഡും ligand base ആണ്, isn't it? Okay, അപ്പോൾ ലൂയിസ് ആസിഡ് ആണ് മെറ്റൽ, ലൂയിസ് ബേസ് ആണ് ലിഗാൻഡ്. ഈ ലിഗാൻഡ്സ് അറ്റാക്ക് ചെയ്യുന്ന മോളിക്യൂൾസ് ആരൊക്കെയായിരുന്നു? ഓർക്കുണ്ടാവും നമ്മൾ? മീഥേനോ? മീഥേൻ ഉണ്ടാവും? ഇല്ല.
അലുമിനിയം ക്ലോറൈഡ് ഉണ്ടോ? ഇല്ല. ഏതാണ് ഉള്ളത്? ഉള്ളത് നമുക്കറിയാം. പ്രധാന ലിഗാൻഡ്സ് ഇതാ അമോണിയ അല്ലേ, വാട്ടർ അല്ലേ, അല്ലെങ്കിൽ ഹാലൈഡ്സ് ഫ്ലൂറൈഡ്. ഇത് അമോണിയക്ക് താഴെ ഫോസ്ഫീനും ആർസീനും ഒക്കെ ഉണ്ട്. വാട്ടറിന് താഴെ H2S ഉണ്ട് അല്ലേ, H2SC ഉണ്ട്. ഫ്ലൂറൈഡ് ക്ലോറൈഡ് ഉണ്ട്, ബ്രോമൈഡ് ഉണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ലിഗാൻഡ്സ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കോമൺ ലിഗാൻഡ്സ് ഹാവ് എ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക് എക്സെട്ര ആസ് ദി ഡോണർ ആറ്റം. ഡോണർ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിഗാൻഡിന്റെ മോള് ഒരു ലിഗാൻഡ് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ആറ്റത്തിന്റെ ലോൺ പെയർ ആണോ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ ഡോണർ, നമുക്കറിയാം ഡോണർ ആറ്റം എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് oxygen, sulfur, selenium, etc. donor atoms or halogen as donor atoms. That is elements of group 15, isn't it? 16 and 17. And if you come to group 14, സാധാരണ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയ CH4O അല്ലെങ്കിൽ CCl4O cannot act as a ligand because it does not have any lone pair of electrons അല്ലേ. പക്ഷെ അതിലും ചിലപ്പോൾ കാർബൺ മോണോക്സൈഡോ അല്ലെ C2H4O വരെയുള്ള ലിഗാൻഡ്സ് ഉണ്ടാവാം അല്ലേ. എത്തിലീൻ്റെ ലിഗാൻഡ് ആണ്, കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ്, അങ്ങനത്തെ ലിഗാൻഡ്സ് ഉണ്ട്. എന്നാലും കൂടുതൽ ലിഗാൻഡ്സ് എന്താണ്? ഈ ടൈപ്പാണ് നൈട്രജൻ ഡോണർ ലിഗാൻഡ്സ്. Or donor atom belonging to 15th group, donor atom belonging to 16th group and 17th group. And it was noted earlier that in the study of coordination compound, it was noted that certain metal ions form complexes whose stability changes in the order or oxygen, sulfur, selenium or fluorine, chlorine, bromine, iodine. ആയ കുഴപ്പമില്ല, അങ്ങോട്ട് പോകാം. നമുക്ക് പറഞ്ഞ മനസ്സിലാണ്ട. ചില മെറ്റൽ അയോൺസ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്, ചില മെറ്റൽ അയോൺസ് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇത് കമ്പയർ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സുഖമില്ല, കാരണം ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ എഴുതാണ്. ഇപ്പൊ NH3 PH3 എടുത്തു കഴിഞ്ഞാൽ ചില മെറ്റൽ അയോൺസ് ഫോം ചെയ്യുന്നത് കൂടുതൽ സ്റ്റേബിൾ ആയ കോംപ്ലക്സ് PH3 ആയിട്ടായിരിക്കും, ചിലത് NH3 ആയിരിക്കും. പറയുന്നത് മനസ്സിലാണ്ട. ചില കേസിൽ കാണുന്നത് എന്താണ്? they form complexes with the stability decreasing in the order nitrogen, phosphorus, arsenic. അതേ സാധനത്തിന്റെ ഉറപ്പായിട്ട് ഇങ്ങനെ ഇതേ ഓർഡർ കാണിക്കും. ഇനി വേറെ ചില മെറ്റൽ അയോൺസ് അത് നേരെ തിരിച്ചാണ്, ഇങ്ങനെയാണ്. ഓക്സിജൻ, സൾഫർ ഓർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലൂറൈഡ് അത് വരുന്ന പോലെ കാര്യം ഫ്ലൂറിൻ ലിഗാൻഡ് ആവും, ഫ്ലൂറൈഡ് ആവും. ഇപ്പൊ ഡോണർ ആറ്റം വരെ ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഫ്ലൂറിൻ ഡോണർ ലിഗാൻഡ് ഫ്ലൂറിനാണ് ഡൊണേറ്റ് ചെയ്തത്, ഫ്ലൂറൈഡ് അയോൺ ആണെന്ന് വരും. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ചില മെറ്റൽ അയോൺസിന്റെ കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി ഈ ഓർഡറിലാണ്, ചിലതിൻ്റെത് ഈ ഓർഡറിലാണ്. നേരത്തെ നോട്ട് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ പഠനം നടക്കുന്ന കാലത്താണ്, വളരെ മുമ്പെയാണ്. പറഞ്ഞ് മനസ്സിലാകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ദി കേസ് ഓഫ് സേ Hg2+, that is mercuric ion. We can see that mercuric ion forms the most stable complex with iodide ion and the least stable one with the fluoride ion, or the stability of a mercuric complexes with halide ion decreases in the order iodide, bromide, chloride, fluoride. Mercury form ചെയ്തത് ഏറ്റവും സ്റ്റേബിൾ കോംപ്ലക്സ് അയോഡൈഡായിട്ടാണ്, ഏറ്റവും വീക്ക് പറഞ്ഞ മനസ്സിലാണല്ലോ ഫ്ലൂറൈഡ്. അതേ സമയത്ത് അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ this is the most stable and this is the least stable. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടാവും. ലിഗാൻഡ്സ് കമ്പയർ ചെയ്ത് നമ്മൾ ഇത് മാത്രം കമ്പയർ ചെയ്യുന്നതാണ്, മനസ്സിലുണ്ടോ? ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയോഡൈഡ് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ചില മെറ്റൽ അയോൺസ് ഫോം ചെയ്യുന്ന കോംപ്ലക്സിൽ ആരാണ് ഏറ്റവും സ്റ്റേബിൾ? യെസ്, ദ fluoride complex is the most stable. In that case, the iodide complex is the least stable. Any more metals in the case the iodide complex is found to be the most stable and the fluoride complex is the least stable. അതേ മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു ഓർഡർ ആണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഒന്നിക്കൽ ഈ ഓർഡർ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മെർക്കുറി ഫോളോ ചെയ്യുന്ന ഓർഡർ ഏതാണ്? മെർക്കുറി ഫോളോ ചെയ്യുന്ന ഓർഡർ ഇതാണ്. ദാറ്റ് ഈസ് പറയുന്നില്ലേ, iodide complex is the most stable, fluoride is the least stable. If you compare the
stability of say NH3 and P3 complex of mercury, we can see that yes, this is more stable, this is the least stable. Our order is the variation. Oxygen, sulfur, selenium, as it forms the most stable complex with as the heaviest ligand and least stable complex with this one. Okay, we can compare oxygen donor ligand, say R2S, R2O. R2O is ether, then diethyl sulfide. Mercury is Hg2+. You can see that the R2S or dialkyl sulfide or thioether complex is found to be more stable than the ether complex. What is the nature of nitrogen donor oxygen case nitrogen case if you compare the stability of complexes, if you compare the stability of the complexes of say silver ions, Ag+, you can clearly see that Ag+ forms the most stable complex with the iodide ion and the least stable complex with the fluoride ion. Iodide most stable the E class. This is a class A no class 1 no the class 2. Okay, so we can see that the concept class 1 and class 2. Mercury is an element belonging to an ion, Hg2+. Al3+. Ag+, E group AG+ complex stability ഒരേപോലെ നമ്മൾ NH3 PH3 SH3 കംപ്ലൈ ചെയ്യണം കേട്ടോ. പറയുന്നത് മനസ്സിലായിട്ട് ഒരേ എന്നാലും മാത്രമേ നമുക്ക് ഒരു കാര്യമുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമ്മള് ഇത് കമ്പയർ ചെയ്യുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, ആർസൻ ഒരേപോലത്തെ നൈട്രജന്റെ ഫോസ്ഫറസിന്റെ ആർസെനിക്കിന്റെ 3 കോമ്പൗണ്ട്സ് ഒരേപോലത്തെ എന്ന് പറഞ്ഞാല് so R3N, R3P and R3S ഇങ്ങനെ കമ്പയർ ചെയ്യണം. ഇത് ഒരേപോലത്തെ ഇത് ഒരു മെറ്റലുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഏത് കോംപ്ലക്സ് ആണ് കൂടുതൽ സ്റ്റേബിൾ അതാണ് പോയിന്റ്. മനസ്സിലായില്ലേ? You can see that if these 3 ligands are considered along with aluminum, you can see that as this is the most stable complex and this is the least. ഇതെല്ലാം അലുമിനേറ്റ് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ആണ്. ഇത് കോംപ്ലക്സ് അല്ല, ഇതും ചെയ്യുന്ന കോംപ്ലക്സ് ആണ്. അതേ സമയത്ത് മർക്കുറിയോ Hg2+ Ag+ ആണെങ്കിൽ ഇതാണ് ഇതിന്റെ സ്റ്റെബിലിറ്റി നേരെ തിരിച്ചാണ് വരുന്നത്. ക്ലിയർ ആണെന്നുണ്ടോ? അത് എല്ലാ മെറ്റലായോണും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഒരു ഗ്രൂപ്പ് പെടുത്താൻ പറ്റും മിക്കവാറും ഒരുവിധം മെറ്റലായോൺസ് ഒക്കെ. ഇപ്പൊ കൊബാൾട്ട് 3+ എന്ന് പറഞ്ഞാല് അത് ഈ ഗ്രൂപ്പിൽ പെടുന്നതാണ്. Forms the most stable complex with fluoride. We will get to so very done. Compare fluoride and the least stable complex with iodide. അങ്ങനെയാണെങ്കിൽ കൊബാൾട്ട് ആരുമായിട്ട് ആയിരിക്കും NH3 PH3 കമ്പയർ ആരുമായിട്ട് കൂടുതൽ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുക? ഉറപ്പായിട്ടും കൊബാൾട്ട് ഫോംസ് മോസ്റ്റ് സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് അമോണിയ than with PH3. It was more stable complex with say water than with hydrogen sulfide. അതേ സമയത്ത് മർക്കുറി ആണെങ്കിലോ Hg2+ ആണെങ്കിലോ Hg2+ forms the most stable complex with iodide, and if you compare the stability of complex of Hg2+ with H2S and H2O, we can see that it forms stable complex with H2S, not H2O. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക ഓർഡർ ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് മെറ്റൽ അയോൺസ്. And these metal ions were classified into class 1 and class 2. And later, the scientist R.G. Pearson, Pearson scientist R.G. Pearson, what study has classified this, that is this type of cations as a hard acids. Of course, we know that cations are acids, Lewis acids, hard acids, and these were classified as a soft acids. Clear? Hard acids are those which forms a complexes with halide ion whose stability
increases in the order iodide, bromide, chloride, fluoride. Or we can say hard acids form most stable complex with the fluoride and the least stable complex with the iodide. Whereas these soft acids form, yes, most stable complex with the iodide and the least stable complex with the fluoride. മനസ്സിലാണ്ടോ? അത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഇത് കമ്പയർ ചെയ്ത് ഒരേപോലത്തെ കോമ്പൗണ്ട്സ് കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഇതില് ഇപ്പോൾ അലൂമിനിയം ആയാലും കൊബാൾട്ട് ആയാലും, കൊബാൾട്ട് എന്ന് പറയുന്നത് കൊബാൾട്ട് 3+, അലൂമിനിയം 3+, കൊബാൾട്ടിന് വേറെ ഉണ്ട് 2+ ഒക്കെ ഉണ്ട്. കൊബാൾട്ട് 3+ ഉണ്ട്. ഒരു അയോൺ എന്ന് പറഞ്ഞാൽ അതിന് അയോണിന്റെ പേര് പറയുമ്പോൾ ചാർജ് വളരെ പ്രധാനമാണ്. Fe2+, Fe3+ ഉണ്ട്. രണ്ടും ഒരേ ഹാർഡ് ഓഫ് സോഫ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. Fe3+ പറ്റി പറയുമ്പോൾ അത് മാത്രം പറയാം. അതേപോലെ cobalt 3+ forms a most stable complex with the fluoride and least stable complex with iodide, whereas Hg2+, the order is just the reverse. Is it clear? And of course we can say cobalt 3+, if you compare the two similar ligands formed by say R2O and R2S, the oxygen sulfur, R2O that is a ether and R2S that is a dialkyl sulfide or thioether. Cobalt 3+ ഏത് ആരുമായിട്ടാണ് കൂടുതൽ stable complex form ചെയ്യുക? It forms the more stable complex with the R2O and a less stable complex with the R2S, no doubt. കാരണം കൊബാൾട്ട് ഈ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. Cobalt 2+ form more stable complex with ammonia, less stable complex with PH3, NH3, PH3. ഇനി Hg2+ എടുത്തു കഴിഞ്ഞാൽ Hg2+, Ag+ എടുത്തു കഴിഞ്ഞാലോ can say that Hg2+ forms the most stable complex with the iodide and the least stable complex with the fluoride. Definitely it will form as more stable complex with the R2S and the less stable complex with the R2O. And also it will form more stable complex with the PH3, less stable complex with the NH3. The first group of cations were classified as hard acids and the second group were classified as a soft acids. അതാണ് ഹാർഡ് തീർന്നില്ല പറഞ്ഞോളൂ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. And those ligands, that nitrogen donor ligands, phosphorus donor ligands, these ligands are considered a hard bases. ഈ അറ്റത്ത് വരുന്നത് ഹാർഡ് ബേസസ് ആണ്, ഈ അറ്റത്ത് വരുന്നത് എന്താണ് സോഫ്റ്റ് ബേസസ് ആണ്. അപ്പോൾ ആസിഡിന്റെയും ബേസിന്റെയും ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. If fluoride, chloride, bromide, we can say that fluoride is the hardest base and iodide is the softest base. We can say chloride is softer than fluoride, bromide is softer than both fluoride and chloride, and iodide is the softest one. If we compare R2O and R2S, we can say R2O, oxygen donor ligand, is a hard one. R2S is a softer one. Softest എന്ന് പറയുമ്പോൾ അപ്പുറം വരാറുണ്ട്. A nitrogen donor ligand is harder than a phosphorus donor ligand. ഇത് ഹാർഡ് ആസിഡ് ആണ്, ഇത് ഹാർഡ് ബേസ് ആണ്. And the principle of a hard and soft acids and bases say that a hard acid always prefer to bond with a hard base and a soft acid with a very simple soft base. അതാണ് പറയുന്നത്. ഹാർഡ് ആസിഡ് ഹാർഡ് ബേസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, സോഫ്റ്റ് ആസിഡ് സോഫ്റ്റ് ബേസുമായിട്ട്. ആസിഡ് ബേസ് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ലൂയിസ് ആസിഡ് ബേസ് ആണ്, അതിൽ തന്നെ മെറ്റൽ ലിഗാൻഡ് തന്നെയാണ്. മെറ്റലായിട്ട് ഒരു ഭാഗത്ത് ലിഗാൻഡ് വേറെ ഭാഗത്ത്. അതൊന്ന് ക്ലിയർ ആവുന്നുണ്ടോ? മെറ്റലൈൻ ആവണമെന്നില്ല, കൃത്യം മനസ്സിലാവും. ഇതൊക്കെ അക്സെപ്റ്റേഴ്സ് ആർ ആസിഡ്സ്, ഡോണേഴ്സ് ആർ ബേസസ്. ഓക്കെ, അതിൽ ഏറ്റവും നല്ലത് മെറ്റൽ ലിഗാൻഡ് കമ്പയർ. അതുകൊണ്ട് നമ്മളിത് പറയുന്നത് ഹാർഡ് ആസിഡ്സ്, ദോസ് കാറ്റയോൺസ്. ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ Al3+ ചാർജ് വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? ഇതിന് ചാർജ് ഇല്ലെന്നല്ല, യൂഷ്വലി ശ്രദ്ധിക്കാന്, യൂഷ്വലി small cations having greater charge. ചെറിയ കാറ്റയോൺസ്, വലിയ ചാർജിലെ ചെറിയ കാറ്റയോൺസ് വളരെ ഹാർഡ് ആയിരിക്കും. ആൻഡ് ഹെവി കാറ്റയോൺസ്, ഹെവിയാണ്. മെർക്കുറി ഈസ് ഹെവി മെറ്റൽ, സിൽവർ ഇസ് ഹെവി മെറ്റൽ വിത്ത് കമ്പാരിറ്റീവ്ലി ലോവർ ചാർജ്. ഇനി ലോവർ ചാർജ് ആകെ സിൽവറിന്റെ ഒരു ചാർജ് കാര്യമായിട്ടൊരു ചാർജ് തന്നെയാണ് Ag+ ആണ്. Hg+ഉം 2+ ഉണ്ട്, രണ്ടും സോഫ്റ്റ്, ഹെവി. അപ്പൊ ഹെവി ആവുമ്പോഴും ചാർജ് കുറയുമ്പോഴും അത് സോഫ്റ്റ് ആവും. ലൈറ്റ് ആവുമ്പോഴും ചാർജ് കൂടുമ്പോഴും അതെന്താവും, അത് ഹാർഡ് ആവും.
ഈ ഹാർഡ് സോഫ്റ്റ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് ദ പോളറൈസബിലിറ്റി ആസ് വെൽ ആസ് ദ പോളറൈസിംഗ് പവർ. നമുക്കറിയാം സ്മോൾ കാറ്റയോൺസ് ഹാവ് എ വെരി ലാർജ് പോളറൈസിംഗ് പവർ. സ്മോൾ കാറ്റയോൺസ് ഹാവ് എ വെരി ലാർജ് പോളറൈസിംഗ് പവർ. Small anions are less polarizable than large anions. നമുക്കറിയാം fluoride, chloride, bromide, iodide is the largest one. It is highly polarizable. Fluoride is very small. It is not at all polarizable. അത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ പോയിന്റ് വരുന്നത് small and cations which are small and less polarizable are എന്താണ് hard. And cations which are large and more polarizable are soft. നമ്മൾ സാധാരണ കാറ്റയോൺസിനെ പറ്റി പറയുമ്പോൾ ഉണ്ടെങ്കിലും പറയുമ്പോൾ കാറ്റയോൺസിന്റെ പോളറൈസിംഗ് പവർ ആണ് പറയുക, ആനയോൺസിന്റെ പോളറൈസബിലിറ്റിയാ പറയുക. മറ്റേതില്ല എന്നല്ല കേട്ടോ. രണ്ടും പോളറൈസബിൾ ആണെങ്കിലും കൂടെ നമ്മൾ സംസാരിക്കുന്നത് കാറ്റയോൺസിന്റെ പോളറൈസിംഗ് പവറിനെ പറ്റിയാണ്, ആനയോൺസിന്റെ പോളറൈസബിലിറ്റിയെ പറ്റിയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് ഹൈ പോളറൈസിംഗ് പവർ ഉണ്ട്. Al3+Al3 വെരി ലാർജ് ചാർജ്, 3 ചാർജ് 3+ ആണ്, 3+ ആണ്. ചാർജ് വളരെ കൂടുതലാണ്, സൈസ് കമ്പാരിറ്റീവ് കുറവാണ്. ഇവ ചാർജ് കൂടിപ്പോയാലും സൈസ് വളരെ കൂടുതലുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പോളറൈസിംഗ് പവർ കുറവായിരിക്കും. അത് കൂടുതൽ പോളറൈസബിൾ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഈ കാറ്റയോൺ പോളറൈസബിൾ ആണ്. ഹൈ പോളറൈസിംഗ് പവർ ഉള്ള ഒരു സാധനം എന്തായിരിക്കും? ലെസ് പോളറൈസബിൾ ആയിരിക്കും. കാരണം ഹൈ പോളറൈസിംഗ് പവർ ഉണ്ടെങ്കിൽ പറയുന്ന പേരിൽ നിങ്ങൾക്ക് പോളറൈസിംഗ് പവർ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാകുന്നത് നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യമാണ്. അതിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് എന്താണ്? ഇലക്ട്രോൺ ക്ലൗഡിനെ ഡീഫോം ചെയ്യപ്പെടാനുള്ള കഴിവാണ്. കാരണം നമുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ചിലപ്പോൾ ഇതിന്റെ ഇപ്പുറത്തേക്ക് വരുന്ന ഒരു സ്ട്രോങ് ആയ ചാർജ് വന്നു കഴിഞ്ഞാൽ ഈ സിമെട്രിക് ആയ ഇലക്ട്രോൺ ക്ലൗഡ് ചിലപ്പോൾ എന്താവും ഇങ്ങനെ ഇതിന്റെ ഭാഗത്തേക്ക്. ഇത് നമ്മള് പോളറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഒരു സ്ട്രോങ് പോസിറ്റീവ് ചാർജുള്ള ഒരു സ്പീഷീസ് അയോൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള നെഗറ്റീവ് ചാർജിനെ കുറെ അങ്ങോട്ടേക്ക്, അതായത് ഇലക്ട്രോൺ ക്ലൗഡിനെ ഡീഫോം ചെയ്യുന്നു. ഇതല്ലേ നമ്മള് എന്ത് പോളറൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളറൈസിംഗ് പവറും ഫജാൻസ് റൂളൊക്കെ പഠിച്ചു. ഫജാൻസ് റൂൾ എന്ന് പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ഉണ്ടാവും. അവിടെ ചാർജിനെ പറ്റിയും സൈസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ചെറിയ സൈസുള്ള വലിയ ചാർജുള്ള കാറ്റയോൺസിന് പോളറൈസിംഗ് പവർ വളരെ കൂടുതലായിരിക്കും. അതേ സമയത്ത് വലിയ കാറ്റയോൺ ആയാൽ തന്നെ അതിന്റെ സൈസ് വളരെ കൂടുതലാകാൻ പോളറൈസിംഗ് പവർ കുറവായിരിക്കും. ഒരേ ചാർജുള്ള കാറ്റയോൺസ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം കമ്പയർ ചെയ്താൽ ലിഥിയം ഹാസ് ദ മാക്സിമം പോളറൈസിംഗ് പവർ, റുബീഡിയം ഓർ സീഷ്യം ഹാസ് ദ ലീസ്റ്റ് പോളറൈസിംഗ് പവർ. ഇനി ആനോഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്ലോറൈഡ് മുതൽ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാലോ ഹൈഡ്രജൻ ഇസ് ദ മോസ്റ്റ് പോളറൈസബിൾ. കാരണം hydrogen is very large size and its electron cloud can be deformed to a great extent. At the same time, fluoride being very small, the electron cloud is attracted strongly towards the nucleus so that it cannot be deformed easily. We say fluoride is the least polarizable. അപ്പോൾ ഈ പോളറൈസിംഗ് പവർ പോളറൈസബിളും കൂടിയാണ് അവർ ഇന്ന് തീരുമാനിക്കുന്നത്, ഹാർഡ് ഓഫ് സോഫ്റ്റ് തീരുമാനിക്കുന്നത്. ഹാർഡ് ആസിഡ് ആണെങ്കിൽ, ഹാർഡ് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈസ് കൂടുതലുള്ള സൈസ് കുറവുള്ള ചാർജ് കൂടുതലുള്ള കാറ്റയോൺ ആണെങ്കിൽ അത് ഒരു ഹാർഡ് ആസിഡ് ആണ്. ആ ഹാർഡ് ആസിഡ് ആണെങ്കിൽ ദാറ്റ് പ്രിഫേഴ്സ് ടു കമ്പൈൻ വിത്ത് എ ഹാർഡ് ബേസ്. That hard base means say fluorine donor, oxygen donor or nitrogen donor ligand. Nitrogen donor ligand എന്ന് പറഞ്ഞാൽ അമോണിയ ആവാം, സേ പിരിഡീൻ ആവാം, സേ അനിലീൻ ആവാം, അല്ലെങ്കിൽ മീഥൈൽ അമീൻ ആവാം, പലതും ഉണ്ട് നമുക്കറിയാം. ഏതായാലും ശരി, അതിൽ കൂടുതൽ സ്റ്റൈറോയിഡ് ആയിരിക്കും. അതേ സമയത്ത് അത് സോഫ്റ്റ് ആസിഡ് ആണെങ്കിലോ സോഫ്റ്റ് ആസിഡ് അങ്ങനെ നേരെ തിരിച്ചാണ്, അതിൽ കൂടുതൽ സ്റ്റൈറോയിഡ് ആയിരിക്കും, അയഡൈനോടായിരിക്കും. ഇതും കമ്പയർ ചെയ്യുമ്പോൾ സൾഫറിനോടായിരിക്കും, ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഫോസ്ഫറസിനോടായിരിക്കും, ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനോടായിരിക്കും. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആറ്റം അല്ലേ, ശ്രദ്ധിക്കുക, ഫോസ്ഫറസ് ഫോം ചെയ്യുന്ന ഒരു ലിഗാൻഡ്. കമ്പയർ NH3PH3SH നമുക്ക് കമ്പയർ ചെയ്യാം. NH3 അല്ലെങ്കിൽ ഇതാ NR3PR3SR3 ഇത് കമ്പയർ ചെയ്യുമ്പോഴേ ഇപ്പൊ ഫ്ലോറൈഡ് ഇത് കൊബാൾട്ട് 3+ ആണെങ്കിൽ ഫോം ചെയ്യുന്ന മോസ്റ്റ് സ്റ്റേബിൾ കോംപ്ലക്സ് ഇയാളായിട്ടായിരിക്കും. കൊബാൾട്ട് 3+ മാത്രമല്ല, ഈ പറഞ്ഞ ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ ഹാർഡ് ആസിഡ്സ് ഏതായാലും that forms a most stable complex with this one, least stable this one. At the same time, if it is a very soft acid belonging to this class, we can say it forms the most stable complex with this one, and this complex will be least stable. We will continue in the next class. Okay.